അഞ്ചൽ കുളത്തൂപ്പുഴ റോഡ് നിരപ്പിന് താഴെയുള്ള വീടിന്റെ മുകളിലേക്ക് ലോറി മറിഞ്ഞു. വീട്ടിലുണ്ടായിരുന്നവരും ലോറി ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. കൊല്ലം അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ 10 അടി കാഞ്ഞുവയലിന് സമീപമുള്ള വലിയ വളവിലാണ് റോഡ് നിരപ്പിന് താഴെയുള്ള വീടിന്റെ മുകളിലേക്ക് ലോറി മറിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്നവരും ലോറി ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ രാത്രി 12:30യോടെയായിരുന്നു സംഭവം നടന്നത്. വീട്ടിലുണ്ടായിരുന്ന ഫാത്തിമ ബീവിയും മകൻ സനോജുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 12:15 വരെ ഈ ഇടിഞ്ഞ് വീട് നിർത്തിയാൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് പോയി കിടന്നതേ ഉള്ളൂ. കിടന്നു കഴിഞ്ഞപ്പോഴേ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ മോനും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വീട് മൊത്തവും പോയി. ഈ വീട് വെച്ച് കിട്ടിയെങ്കിലേ നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് പോയി വീട്. ഈ വണ്ടിയിലെ സാധനങ്ങൾ മൊത്തവും വന്ന് വലിയ ഇരുമ്പ് പൈപ്പുകളും അതും ഇതും എല്ലാം വന്ന് തെറിച്ച് വന്ന് വീണ് ബാത്റൂമിൽ പോലും പോകാൻ നിവർത്തിയില്ലാതെ ഇരിക്കുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. അവിടെ മൊത്തം ഇടിഞ്ഞ് ഇറങ്ങിക്കിടക്കുക. പിന്നെ ഈ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ച് തകർന്ന് വണ്ടി വീടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ എന്താ ചെയ്യാൻ, എല്ലാം വിധി. നേരം മനുഷ്യർക്ക് ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുള്ള ഒരു സന്തോഷം. ഒരു ആശുപത്രി കേസോ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ ബുദ്ധിമുട്ടാനും വിഷമിക്കാനുമുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അവർ ഇന്നലെ രാത്രിയിൽ വന്ന് മുതലാളിമാരും വീടൊക്കെ പണിഞ്ഞു തരാം, അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ടെന്ന് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവർ പോയത്. ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനോട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലോറി ഡ്രൈവർ 2 മണിക്കൂറോളം ലോറിയിൽ കുടുങ്ങിക്കിടന്നു. കൊല്ലം കേരളപുരം സ്വദേശി ബാബുക്കുട്ടനാണ് ലോറിയിൽ കുടുങ്ങിക്കിടന്നത്. കേരളപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് ആക്രി സാധനങ്ങളുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സമയത്ത് ഇതുവഴി വന്ന ടൂറിസ്റ്റ് ബസ് യാത്രക്കാരാണ് വീട്ടിനുള്ളിലും ലോറിയിലും കുടുങ്ങിക്കിടന്ന അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്ന സമയത്ത് ഈ സ്ഥലത്തെ വളവ് നേരെയാക്കാൻ വേണ്ട നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കാത്തതുമൂലം ഇവിടെ അപകടം നിത്യസംഭവമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.